ഓക്കെ, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അധികം താമസിക്കാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിൻ്റെ സൈക്കോ ഡൈനാമിക്കിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത് സൈക്കോ സോഷ്യൽ തിയറി, സൈക്കോ ഡൈനാമിക് തിയറി, സൈക്കോ അനലിറ്റിക് തിയറി, ട്രൈറ്റ് തിയറി. ഇതിലേതാണ് പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഏതാണ് ശരിയുത്തരം? ശരിയുത്തരം സൈക്കോ അനലറ്റിക് തിയറി എന്നുള്ളതാണ്. സൈക്കോ അനലറ്റിക് തിയറി ഉത്തരം സി ആണ്. ഓക്കെ, അടുത്തത് 62ാമത്തെ ചോദ്യമാണ്. 62ാമത്തെ ചോദ്യം: അധ്യാപനത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ ക്രമമാണ് അധ്യാപനം, ആസൂത്രണം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. റിഫ്ലക്ഷൻ, അധ്യാപനം, ആസൂത്രണം, ഫീഡ്ബാക്ക്. ആസൂത്രണം, അധ്യാപനം, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. എന്തായാലും നമുക്കൊരു കാര്യം എന്തറിയാം, ആദ്യം എന്തോ വേണം? ആസൂത്രണം വേണം. അപ്പോൾ അത് വരുന്ന 2 ഓപ്ഷനാണ്. ഓക്കെ, 62 ഇത്രയും സമയം മതി. 62ൻ്റെ ഉത്തരം ഏതാടാ? ആദ്യം ആസൂത്രണം വേണം, പിന്നെ അധ്യാപനം നമ്മൾ പഠിപ്പിക്കണം, പിന്നെ എന്താണ് ഫീഡ്ബാക്ക് നോക്കണം, പിന്നെ അതനുസരിച്ച് റിഫ്ലക്ഷൻ തയ്യാറാക്കണം. ഓക്കെ, അപ്പം ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ, ഉത്തരം ഡി. ഓക്കെ, അടുത്തത് 63ാമത്തെ ചോദ്യമാണ്. 63: സാർവലൗകിക ഭാഷാ വ്യാകരണത്തിലൂടെ ഭാഷാ ഘടകങ്ങളും വ്യാകരണവും കുട്ടിയുടെ മനസ്സിൽ വളരുകയാണ് എന്ന് സൂചിപ്പിച്ചത് ഡാഷ് ആണ്. നോം ചോംസ്കി, വൈഗോട്സ്കി, സ്കിന്നർ, പിയാഷെ. ഇത്രയും സമയം മതി. ലാഡും യൂജിയും യൂണിവേഴ്സൽ ഗ്രാമറും ലാഡും ഒക്കെ ആരുടെ ആശയമാണ്? നോം ചോംസ്കിയുടെ ആണല്ലേ? നോം ചോംസ്കി. ഉത്തരം എ. നോം ചോംസ്കിയുടെ ആശയമാണ് അത്. അവിടെ നിന്ന് നോം ചോംസ്കിയുടെ ഒരു ചോദ്യം ചോദിക്കാത്ത കേജറ്റ് പരീക്ഷകൾ വിരളമാണ് കേട്ടോ. ഓക്കെ, അടുത്ത 64ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 64ാമത്തെ ചോദ്യം: പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു? അനുരൂപീകരിച്ച പാഠപുസ്തകങ്ങൾ, പ്രവർത്തന പുസ്തകങ്ങൾ, റിസോഴ്സ് അധ്യാപകർ. മുകളിൽ പറഞ്ഞവയല്ല. 64 ഏതാണ്? അനുരൂപീകരിച്ച പാഠപുസ്തകം വേണോ? വേണം. പ്രവർത്തന പുസ്തകങ്ങൾ വേണോ? വേണം. റിസോഴ്സ് അധ്യാപകർ വേണോ? വേണം. കാരണം ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ റിസോഴ്സ് അധ്യാപകരാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്, അതും വേണം. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഡി. ഓക്കെ, അടുത്തത് 65ാമത്തെ ചോദ്യമാണ്. 65ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 65ാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കായിക താരങ്ങളെയും നർത്തകരെയും അവരുടെ ശാരീരിക വികാസത്തെയും ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഗാർഡ്നർ നിർദ്ദേശിച്ച ബഹുമുഖ ബുദ്ധി ഘടകം? ബോഡി കൈനറ്റിക് ഇൻ്റലിജൻസ്, ഫിസിക്കൽ ഇൻ്റലിജൻസ്, സൈക്കോ മോട്ടോർ ഇൻ്റലിജൻസ്, സ്പെഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം ബഹുമുഖ ഘടകത്തിനകത്ത് ഇംഗ്ലീഷ് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബഹുമുഖ ബുദ്ധി തീർച്ചയായിട്ടും നോക്കിക്കോണം. എന്നിട്ട് എൻ്റെ ഇംഗ്ലീഷ് പദങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക. ഇത് അങ്ങനെ അപൂർവമായിട്ടാണ് ഇംഗ്ലീഷ് പദങ്ങൾ കയറി ചോദിക്കാറുള്ളത്. സാധാരണ എങ്ങനെയാണ്? സാധാരണ മലയാളം പദങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. സാധാരണ മലയാളം പദങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഇംഗ്ലീഷ് പദങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, എനിവേ ഇതിൻ്റെ ഉത്തരം എന്താണ്? 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ശാരീരിക ചലനപരമായ ബുദ്ധി ഇല്ലേ? ബോഡി കൈനറ്റിക് ഇൻ്റലിജൻസ്, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത 66ാമത്തെ ചോദ്യമാണ്. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 66ാമത്തെ ചോദ്യം: പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ കുട്ടി വസ്തുക്കളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. പിയാഷെയുടെ ഘട്ടങ്ങൾ, അതിൻ്റെ ഏജ്, അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതേപോലെ ബ്രൂണറുടെ 3 ഘട്ടങ്ങൾ, ഏജ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ. പിന്നെ ഇവരെ 2 പേരുടെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അതുണ്ട്.
ഓരോന്നിന് ഇന്ദ്രിയജാലങ്ങളുടെ ഘട്ടമായിട്ട് ഏതാണ് ബ്രൂണറുടെ ഘട്ടം, ഏത് ഘട്ടം വരും, അങ്ങനത്തെ ഉള്ളൊരു പഠനമുണ്ട് അത്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഓരോന്നിനകത്തും വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. പിന്നെ ഇത് ഓർഡറിൽ എഴുതാം. ഇത്രയും സാധനങ്ങൾ ചോദിച്ചേക്കുവേടാ, ഇത്രയും സാധനങ്ങൾ നോക്കിക്കോണം. ഇനി നമ്മുടെ 66ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് എന്ത് കുട്ടികൾ യുക്തിപരമായി ചിന്തിക്കാനും ഒക്കെ തുടങ്ങുന്നത്. ഓക്കെ, 67ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 67ാമത്തെ ചോദ്യമാണ് അടുത്ത. 67ാമത്തെ ചോദ്യം ഏതാണ്? ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധത്തിലൂടെ ഉള്ള പഠനത്തിന് ഊന്നൽ നൽകിയത്. മാനവികവാദം, ജ്ഞാനനിർമ്മിതിവാദം, ജ്യേഷ്ഠവാദം, ജ്ഞാതൃവാദം. മതി, ഇത്രയും സമയം മതി. ഡയറക്റ്റ് പറയാം. ചേഷ്ടാവാദം, ബിഹേവിയറിസം അല്ലേ? വ്യവഹാരവാദം, ചേഷ്ടാവാദം, ബിഹേവിയറിസം എല്ലാം ഒന്നല്ലേ? പാവ്ലോവും തൊണ്ടേക്കും സ്കിന്നറും SR ബന്ധവും RS ബന്ധവും എല്ലാം വരുന്ന ഏതാണ്? നമ്മളുടെ ചേഷ്ടാവാദമാണ്, ബിഹേവിയറിസമാണ്, വ്യവഹാരവാദമാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ആളല്ലേ വാട്സൺ അല്ലേ? JV വാട്സൺ അല്ലേ വ്യവഹാരവാദത്തിൻ്റെ പിതാവ്? അടുത്ത 68ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളുടെ അക്രമ സ്വഭാവം കൈകാര്യം ചെയ്യുന്നതിലുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. മറ്റു മത്സര മേഖലയിലേക്ക് അവരുടെ ദേഷ്യത്തെ തിരിച്ചുവിടുക, ആക്രമണ സ്വഭാവം കാണിക്കുമ്പോൾ തക്കതായ ശിക്ഷ നൽകുക, സൗഹൃദപരമായ സ്വഭാവങ്ങൾക്ക് പ്രോത്സാഹനവും ആക്രമണ സ്വഭാവങ്ങൾക്ക് അവഗണിക്കുകയും ചെയ്യുക, ഓരോ പ്രതികൂല സ്വഭാവത്തെയും പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കുക. എന്തായിരിക്കും? ലോജിക്കാണ്, ലളിതമാണ്. പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഇത്രയും സമയം മതിയേടാ. C ആണ്. സൗഹൃദപരമായ സ്വഭാവങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അക്രമ സ്വഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരോട് നേരത്തെ പറയുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, ഇച്ചിരി സ്പീഡിൽ പറയാൻ. അതായത് നമ്മളുടെ കൂട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. അത് സ്പീഡ് ലേണേഴ്സും ഉണ്ട്, പിന്നെ പതുക്കെ പഠിക്കുന്നവരുമുണ്ട്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഉതകുന്ന രീതിയിൽ ഒരു മിനിമം സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റും. അപ്പം നമ്മളുടെ പഴയ വീഡിയോകളിലെല്ലാം നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ എനിക്കൊന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ ഇടാറില്ല. അതായത് നിങ്ങൾ 2x വീഡിയോ ഇട്ട് കാണുക, 2x വീഡിയോ ഇട്ട് കണ്ടേക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുക. അടുത്തത് 69ാമത്തെ ചോദ്യം. പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത് പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, കാഴ്ച തകരാറുള്ള കുട്ടികൾക്ക്, ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികൾക്ക്, പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക്. പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ആർക്കാണ്ടാ? പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്കാണ് പോഷണ പ്രവർത്തനങ്ങൾ. ഓക്കെ, അടുത്ത 70ാമത്തെ ചോദ്യമാണ്. 70ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരണ നിയമം എന്നിവ ബന്ധപ്പെടുത്തുക? നിർമ്മിതിവാദം, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, മാനസിക വിശകലന സിദ്ധാന്തം, ചേഷ്ടാവാദം. വളരെ ലളിതമാണ്. പെട്ടെന്ന് പറഞ്ഞോളൂ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണല്ലേ? ഓക്കെ, ഭാഗങ്ങളേക്കാൾ കൂടുതൽ ആകെ തുകയ്ക്കാണ് പ്രാധാന്യം നൽകുന്ന ആരാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. ഓക്കെ, അടുത്തത് 71ാമത്തെ ചോദ്യം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധ പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. വിലോപം, അനുബന്ധം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. ഓക്കെ, നമ്മുടെ പാവ്ലോവിൻ്റെ കളിയാക്കി പറയുന്ന പേരുണ്ടല്ലോ, പട്ടിപ്പാവ്ലോവ് എന്ന് പറയുന്നത്. അതായത് നായയെ കൊണ്ട് പരീക്ഷണം നടത്തിയോണ്ട് അദ്ദേഹത്തിനെ കളിയാക്കി പട്ടിപ്പാവ്ലോവ് എന്ന് നമ്മൾ സൈക്കോളജി പഠിക്കുന്നവർ വിളിക്കും അല്ലേ? ആ പാവ്ലോവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് ഇല്ലേ? ഏതാണ് ഉത്തരം? 71 C ആണ് ഉത്തരം. 71 C ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 72ാമത്തെ ചോദ്യത്തിലേക്ക് പാടാം. മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? മുദ്രണം ചെയ്യൽ, ഫീഡ്ബാക്ക് നൽകൽ, നിദാനവും പരിഹാരമോദനം, സ്ഥാനം നൽകൽ. എളുപ്പമല്ലേ? പെട്ടെന്ന് പറഞ്ഞു. ലക്ഷ്യമല്ലാത്തതാണ്. മുദ്രണം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ ഫീഡ്ബാക്ക് ലഭിക്കണോ? വേണം. നമ്മുടെ നിദാനവും പരിഹാരബോധനവും നടത്തണോ? വേണം. സ്ഥാനം നിർണ്ണയിക്കണോ? വേണം. അപ്പം ഏതാണ് ഇല്ലാത്തത്?
മുദ്രണം ചെയ്യൽ. ഉത്തരം എ. ഓക്കെ, അടുത്ത 73ാമത്തെ ചോദ്യമാണ്. രക്ഷകർത്താക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിൻ്റെ സാൻമാർഗിക വികസനത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിത പൂർവ്വതലം, വ്യവസ്ഥാപിതാനന്തര തലം, അതോറിറ്റി തലം. അപ്പം കോൾബർഗിൻ്റെ തലങ്ങൾ, അതേപോലെ ഈ തലങ്ങളിനകത്തുള്ള സബ് തലങ്ങൾ, ഓരോന്നിനകത്തും 2 സബ് തലങ്ങൾ വെച്ചുകൊണ്ട് അതത്രയും നോക്കി പോവുക. ഓക്കെ ആണേ. എനിവേ 73ാമത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താടാ? വ്യവസ്ഥാപിത തലമാണോ, വ്യവസ്ഥാപിത പൂർവ്വ തലമാണോ, വ്യവസ്ഥാപിതാനന്തര തലമാണോ? അതോറിറ്റി വിടാം. ഏതാടാ? വ്യവസ്ഥാപിത പൂർവ്വതലമാണ്. ഓക്കെ, അപ്പോൾ വ്യവസ്ഥാപിത തലത്തിൽ വരുന്നത് എന്തൊക്കെ? അതിനകത്ത് ആ 2 പാർട്ട് ഏതൊക്കെ? പിന്നെ വ്യവസ്ഥാപിത പൂർവ്വതലത്തിൽ, പിന്നെ വ്യവസ്ഥാപിത ആനന്തര തലത്തിൽ വരുന്നത് ഏതൊക്കെ? ഗുഡ് ഗേൾ, നൈസ് ഗേൾ, ഗുഡ് ബോയ് കാലഘട്ടമൊക്കെ വരുന്നത് ഏത് തലത്തിൽ? നിയമങ്ങൾ പാലിക്കുന്ന ഏത് ഘട്ടത്തിൽ? അങ്ങനത്തുള്ള ചോദ്യങ്ങൾ വെച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കി പോവുക. ഓക്കെ, അടുത്ത 74 സെക്കൻഡ് ലാസ്റ്റ് ചോദ്യമാണ്. 74ാമത്തെ ചോദ്യം. ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? തൊണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, ബന്ദൂര. ആരാ? പ്രശ്നവേടകത്തിലെ പൂച്ചയുടെ ആളാരാ? തൊണ്ടേക്ക്. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തം ആരാ? തൊണ്ടേക്ക്. ഓക്കെ, 75 ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. സാമൂഹ്യ വൈകാരിക വികസനങ്ങളിൽ അപസമായോജനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വിഭാഗമാണ്. സാമൂഹ്യ വൈകാരിക വികസനങ്ങളിൽ അപസമായോജനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വിഭാഗമാണ് മന്ദപഠിതാക്കൾ, അണ്ടർ അച്ചീവർ, മാനസിക മാന്ദ്യമുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ. സാമൂഹിക വൈകാരിക വികസനങ്ങളിൽ അപസമായോജനം ഉണ്ടാകാൻ സാധ്യത ആരാണ്? സാമൂഹിക വൈകാരിക വികസനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാത്തത്, സാമൂഹ്യപരമായി ഇടപെടൽ കുറഞ്ഞു നിൽക്കുന്നത് ആരാണ്? മന്ദപഠിതാക്കൾ കാണോ? അല്ല. പിന്നെ ആരാ? അണ്ടർ അച്ചീവർ ആണോ? അല്ല. ശാരീരിക വൈകല്യമുള്ളവർ നമ്മുടെ കൃത്യമായിട്ട് കൂട്ടുകാരൊക്കെ ഇല്ലയോ അവർക്ക്? ഉണ്ട്. അപ്പം പിന്നെ ആർക്കാ? മാനസിക മാന്ദ്യമുള്ളവർ. ഓക്കെ, ഇതാണ് 76ാമത്തെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്ന പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. 4 ടെസ്റ്റിൻ്റെ പേരുണ്ട്, വായിച്ച് നോക്കുക. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ അതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നാളെ ആയി വരാം. ഓക്കെ, നന്നായി പഠിക്കുക. താങ്ക് യു.